ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബദാനിയ. എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് തിരുവല്ല കറങ്ങിയിട്ട് വരാം. വേറെ ഒന്നിനുമല്ല കേട്ടോ, സ്റ്റിയറിംഗ് കവർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവരോടും പോകുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റിയറിംഗ് കവർ മേടിക്കാനായിട്ട് ഞങ്ങൾ കുടുംബസമേതം തിരുവല്ലയിൽ കറങ്ങാൻ പോയി. അങ്ങനെ നമ്മൾ തിരുവല്ലയിലെത്തി. സ്റ്റിയറിംഗ് കവർ എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ അന്വേഷിച്ചു. അപ്പം നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു തയ്ച്ച് മേടിക്കുന്നതാണ് സ്റ്റിയറിംഗ് കവർ നല്ലത്, നല്ല കുറേ നാൾ നിൽക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റിയറിംഗ് കവർ തയ്ക്കുന്ന സ്ഥലം നോക്കി പല സ്ഥലങ്ങളിൽ കറങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചേട്ടനും എൻ്റെ ബ്രദറോട് അങ്ങോട്ട് പോയിരിക്കുക. അവരോട് ചോദിക്കാൻ ഒത്തിരി ടൈം എടുക്കുമോ, എങ്ങനെ എന്തോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സൈഡിൽ വെയിറ്റ് ചെയ്തൊക്കെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേന് രാത്രിയായി, വിശന്നു. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കുഴിമന്തിക്കട. നിങ്ങളെ പല പ്രാവശ്യം ഈ കുഴിമന്തിക്കട നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴിമന്തിക്കടയിലെത്തി. അപ്പം കുഴിമന്തിക്കടയിലെത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പലതവണ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, കുഴിമന്തിക്കട. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യണം, ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലോങ് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിച്ച് മെനു കാർഡൊക്കെ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് കുഴിമന്തി മതി, അല്ലാതെ വേറൊന്നും വേണ്ട. അതും നോർമൽ കുഴിമന്തി, എൻ്റെ ഫേവറേറ്റ് ഡിഷ്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ നോക്കുവാണ്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന പലതും രാത്രിയായില്ലേ, പലതും അവിടെ ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ ഫേവറേറ്റ് സാധനം അവിടെ ഉണ്ട് കേട്ടോ, കുഴിമന്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുഴിമന്തി, പെരി, പിന്നെന്താ വേറെ എന്തൊക്കെ ഓർഡർ ചെയ്തവർ കേട്ടോ. ഞാൻ കുഴിമന്തി, പിന്നെ ഇവിടുത്തെ ലൈം ജ്യൂസ്, അതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡ്രിങ്കാണ് ഇവിടുത്തെ ലൈം ജ്യൂസ്. അപ്പം നമ്മളതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഈ ഇരിക്കുന്ന ആരൊക്കെയാണ്. എൻ്റെ സിസ്റ്റർ, എൻ്റെ ബ്രദർ ഇൻ ലോ, പിന്നെ എൻ്റെ സ്വന്തം ബ്രദറ്, എൻ്റെ ഹസ്ബൻഡ്, എല്ലാവർക്കും അറിയാം. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അവിടെ ഇരുന്നതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിരുന്നു. മമ്മിയെ കൊണ്ടുവന്നില്ല, കാരണം മമ്മിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മമ്മി അധികം നേരം ഇരിക്കത്തില്ല. ഞങ്ങളെന്ന് വെച്ചാൽ കറങ്ങി അടിച്ചൊക്കെ വരത്തുള്ളൂ. അത് കാരണം മമ്മിയെ അത് കൊണ്ടുവന്നില്ല. അപ്പോൾ നമ്മുടെ ഡിഷസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുഴിമന്തി എത്തി. ഞാൻ ആദ്യമേ എനിക്കുള്ളതും എടുത്ത് അവിടെ വെച്ചു, എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഓക്കെ, അപ്പം എൻ്റെ ബ്രദറിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പം എപ്പോഴും അങ്ങനെയാണ്, ഞങ്ങൾ സഹോദരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം മേടിക്കാനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ഇവർ വീട്ടിലോട്ട് വന്നപ്പോൾ പറഞ്ഞാൽ സ്റ്റിയറിംഗ് കവർ കുറേ നാൾ കൊണ്ട് മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഇതുവരെ പുറത്തിറങ്ങിയില്ല. ഇവർ വന്നപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും കൂടെ സ്റ്റിയറിംഗ് കവറും പറഞ്ഞിറങ്ങിയതാണ്. എത്ര രൂപ പൊടിച്ചെന്നറിയുമോ? ചുമ്മാ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് സഹോദരങ്ങളെ കണ്ട സന്തോഷം. അവരിന്നങ്ങ് പോകും കേട്ടോ. അവരെത്ര രാത്രിയായാലും വീട്ടിൽ പോകും. കാരണം എൻ്റെ ബ്രദറ് നിൽക്കത്തില്ല, അവൻ വീട് വിട്ട് നിൽക്കത്തില്ല. അവൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കാരണം അവൻ വീട് വിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ലൈം ജ്യൂസ് കുടിക്കുന്നുണ്ടോ എൻ്റെ ചേട്ടൻ. അപ്പം എല്ലാവർക്കും ബൈ. ഗോഡ് ബ്ലെസ് യു. പ്ലീസ് വാച്ച് മൈ ഫുൾ വീഡിയോസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അപ്പം എല്ലാവർക്കും നല്ലത് വർക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു.